ഹലോ ഗൈസ്, ഇന്ന് ഈ ഗ്രാനി സ്ക്വയറിൻ്റെ ട്യൂട്ടോറിയൽ നോക്കിയാലോ. ഇത് ഗ്രാനി സ്ക്വയർ മാത്രമല്ല, നമുക്ക് ടേബിൾ മാറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഗ്രാനി സ്ക്വയർ വെച്ച് ചെയ്തൊരു ടേബിൾ മാറ്റ്. മാജിക് റിങ് ചെയ്യാൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടുക. വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടായി മടക്കി നമ്മൾ അതിൻ്റെ അറ്റം അകത്തൂടെ എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ ഒരു ഊരാക്കുടുക്ക് പോലെ ചെയ്യുക. ഞാനിവിടെ 4.5 mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 4 ചെയിൻ ചെയ്യുക. നാല് ചെയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ചെയിനിലേക്ക്, വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് ചെയിനിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഹുക്ക് ഫസ്റ്റ് ചെയിൻ്റെ അകത്തൂടെ എടുത്ത് യാൺ ഓവർ ചെയ്തെടുത്തിട്ട് പിന്നെ യാൺ ഓവർ ചെയ്യാതെ ഹുക്കിലുള്ള മറ്റേ ലൂപ്പിൻ്റെയും കൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് 3 ചെയിൻ ചെയ്യുക. ഞാനിവിടെ ഡബിൾ ക്രോഷ്യാണ് ബേസ് ചെയ്യണത്, അതുകൊണ്ട് 3 ചെയിൻ. നമ്മൾ ആദ്യം ചെയ്ത 4 ചെയിൻ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട ഭാഗത്ത് നമുക്ക് മാജിക് റിങ് പോലെ ഒരു കുഞ്ഞ് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഭയങ്കര ചെറിയ ഗ്യാപ്പ് ആയതുകൊണ്ട് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവണില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഈ ഗ്യാപ്പിലൂടെ വേണം നമ്മൾ ബാക്കി സ്റ്റിച്ചസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. മാജിക് റിങ് ഇട്ടിട്ട് ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ്, പക്ഷെ ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. 3 ചെയിൻ ചെയ്തതിന് ശേഷം മാജിക് റിങ്ങിൻ്റെ അകത്തേക്ക് 11 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ടോട്ടൽ നമുക്ക് 12 ഡബിൾ ക്രോഷ്യാണ് വേണ്ടത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യുക. എന്നിട്ട് 11 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. ഇതാ ഞാൻ 11 ചെയ്തു. ഇനി നമ്മൾ ആ 3 ചെയിൻ ചെയ്തില്ലേ, അതിൽ മൂന്നാമത്തെ ചെയിൻ്റെ അകത്തൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ ചെയിൻ പോലെ ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ. ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വീഡിയോ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ ഇതാ ഈ രീതിക്ക് നമുക്ക് കിട്ടും റൗണ്ടായിട്ട്. ഇനി അടുത്ത കളറ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ താഴേന്ന് ഹുക്ക് ഒരു സ്റ്റിച്ചിൻ്റെ അകത്തൂടെ എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചെടുക്കുക. ഇനി അതൊരു നോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നോർമലായിട്ട് കെട്ടുന്ന പോലെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് അഴിഞ്ഞു പോരത്തില്ല. ഇപ്പം അതവിടെ സെറ്റായി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. റെഡ് കളർ കൊണ്ട് ഞാൻ പെറ്റലാണ് ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ തന്നെയാണ് യൂസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ റെഡ് ജോയിൻ ചെയ്ത അതേ സ്പേസിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. പഫി സ്റ്റിച്ചാണ് നമ്മൾ പെറ്റലിന് ചെയ്യണത്, അതായത് ക്ലോസ് ഡബിൾ ക്രോഷ്യ ആയിരിക്കും. അപ്പോൾ ആദ്യം 3 ചെയിൻ ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ ആദ്യം എടുത്ത അതേ സ്പേസിലൂടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു തവണ യാൺ ഓവർ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 എണ്ണം ഉണ്ടാവും. വീണ്ടും ഒരു തവണയും കൂടെ ചുറ്റി യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടായിരിക്കും. ആ 3 ലൂപ്പിൻ്റെ അകത്തൂടെ ഒരുമിച്ചെടുക്കുക. ബാക്കി എല്ലാത്തിലും ക്ലോസ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. യാണ് ഹുക്കിൽ ഒരു തവണ തൊട്ടടുത്ത സ്റ്റിച്ചിൻ്റെ അകത്തൂടെ എടുത്ത് ആ 2 സ്റ്റിച്ച് നമുക്ക് കാണും, ആ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ എടുത്ത് യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. വീണ്ടും ഒരു തവണ ചുറ്റി യാണ് ആ സെയിം സ്റ്റിച്ചിൻ്റെ അകത്തൂടെ തന്നെ എടുക്കുക. എന്നിട്ടും യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ മാത്രം എടുക്കുക. ഇപ്പം 3 ലൂപ്പ് ഉണ്ടാവും. വീണ്ടും ഒരു തവണ കൂടെ ചുറ്റി സെയിം സ്റ്റിച്ചിൻ്റെ അകത്തൂടെ എടുക്കുക. ഇനി 2 എണ്ണത്തിൻ്റെ അകത്തൂടെ ആദ്യം എടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ മൊത്തം 4 ലൂപ്പ് ഉണ്ടായിരിക്കും. ഇനി യാൺ ഓവർ ചെയ്ത് 4 എണ്ണത്തിൻ്റെ അകത്തൂടെ ഒരുമിച്ചെടുക്കുക, ഒരു ചെയിൻ ചെയ്യുക. ഇനി ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ മതി. ഒരു തവണ ഹുക്ക് യാണിൽ ചുറ്റി യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. വീണ്ടും ചുറ്റി യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. വീണ്ടും ഒന്നുകൂടെ ഹുക്കിൽ യാണ് ചുറ്റിയിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 4 ലൂപ്പ് ഉണ്ടായിരിക്കും. ആ 4 ലൂപ്പിൻ്റെ അകത്തൂടെ ഒരുമിച്ചെടുക്കുക. അപ്പോൾ ഈ രീതിക്ക് ഇത് മൊത്തം ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ പാറ്റേൺ മാത്രം നോക്കിയാൽ മതി. എല്ലാത്തിലും 3 ക്ലോസ് ഡബിൾ ക്രോഷ്യ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഓരോ പെറ്റലിൻ്റെ ഇടയ്ക്ക് ഓരോ ചെയിനും ചെയ്ത് കൊടുക്കണം. 12 സ്റ്റിച്ചിൽ 12 പെറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിനില്ലേ, ആ 3 ചെയിൻ്റെ മൂന്നാമത്തെ ചെയിൻ്റെ അകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഒരു ചെയിൻ പോലെ ചെയ്ത് കുറച്ചധികം യാൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഡെയ്സി ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്വയർ ചെയ്യാനുള്ള കളറ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിൻ ചെയ്തില്ലേ ഓരോ പെറ്റലിൻ്റെ ഇടയ്ക്ക്, ആ സ്പേസിലൂടെയാണ് നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ അകത്തൂടെ എടുത്തിട്ട് ഈ ആണിങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ചെയ്യുന്നത് സ്ക്വയറിൻ്റെ കോർണറാണ്. അതിന് വേണ്ടി ആദ്യം 4 ചെയിൻ ചെയ്ത് കൊടുക്കാം. കോർണറിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ഈ ഒരു ചെയിൻ ചെയ്തുകൊണ്ട് 2 ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ആ സെയിം സ്പേസിൽ ചെയ്ത് കൊടുക്കാം. യാണ് ഹുക്കിൽ 2 തവണ ചുറ്റി ആ സ്പേസിൻ്റെ അകത്തൂടെ എടുത്ത് യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് ബാക്കി 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഇങ്ങനെ 2 ട്രിപ്പിൾ ക്രോഷ്യ ആദ്യം ചെയ്ത് കൊടുക്കുക. ഇനി 2 ചെയിൻ, ഇനി 3 ട്രിപ്പിൾ ക്രോഷ്യ സെയിം സ്പേസിലേക്ക്. കോർണർ ആയതുകൊണ്ട് കുറച്ചധികം സ്റ്റിച്ച് ഒരേ സ്പേസിൽ ചെയ്യണം. 3 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഗ്രാനി സ്ക്വയറിൻ്റെ ഫസ്റ്റ് കോർണർ റെഡി ആയിട്ടുണ്ട്. ഈ രീതിക്കാണ് നമുക്ക് കിട്ടുക. ആ 2 ചെയിൻ ഇട്ട് അവിടെ ഒരു സ്പേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെയിൻ ചെയ്യുക. എന്നിട്ട് അടുത്ത 2 പെറ്റലിൻ്റെ ഇടയ്ക്കുള്ള ചെയിനിൻ്റെ സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. യാണ് ഹുക്കിൽ ഒരു തവണ ചുറ്റി ആ സ്പേസിൻ്റെ അകത്തൂടെ എടുത്ത് യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. അങ്ങനെ 3 എണ്ണം ഒരു സ്പേസിൽ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചെയിൻ ചെയ്യുക. വീണ്ടും അടുത്ത സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. രണ്ട് പെറ്റലിൻ്റെ ഇടയ്ക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് വീണ്ടും ഒരു ചെയിൻ ചെയ്തിട്ട് അടുത്ത കോർണർ ചെയ്ത് കൊടുക്കാം. ബാക്കി 3 കോർണറിനും ഈ സെയിം പാറ്റേൺ തന്നെയാണ്. 3 ട്രിപ്പിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷ്യ, പിന്നെ ചെയിൻ 1. ഈ രീതിക്കാണ് ബാക്കി 3 കോർണറും ചെയ്ത് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ കോർണർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ചെയിൻ ചെയ്യുക. തൊട്ടടുത്തുള്ള 2 പെറ്റലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലേക്ക് 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു തവണയും കൂടെ 2 പെറ്റലിൻ്റെ ഇടയ്ക്ക് ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലും നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. അതായത് ഒരു കോർണർ കഴിഞ്ഞാൽ 2 സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ. ഇതായി ഈ കോർണർ കണ്ടോ, ഈ കോർണറിൻ്റെയും മറ്റേ കോർണറിൻ്റെ ഇടയ്ക്ക് നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ആണ് വരുന്നത്. അതായത് 2 സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ. പിന്നെ അടുത്ത കോർണർ വീണ്ടും 2 സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങി അവിടം വരെ ചെയ്യാം. മൊത്തം ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിനില്ലേ, അതിലെ 3ാമത്തെ ചെയിൻ്റെ അകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി ഒരു ലെയറും കൂടെ ചെയ്യാം. കുറച്ചുകൂടെ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലെയർ കൂടിയും ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ മൊത്തം ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ആദ്യം 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. അവിടെ ആ ചെയിൻ ഉള്ളതുകൊണ്ട് ആ ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളൊരു ഇടയ്ക്കാണ് ചെയ്യണേ. ഇനി നമ്മൾ അടുത്തത് കോർണറാണ് ചെയ്യണത്. അപ്പോൾ കോർണറിൽ 3 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും 3 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, പിന്നെ സൈഡ്. ആ രീതിക്ക് ഇത് മൊത്തം ചെയ്തെടുക്കുക. നമുക്ക് ഈ 3 ഡബിൾ ക്രോഷ്യയുടെ ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക.
കോർണറിൽ മാത്രം 3 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, അങ്ങനെ ചെയ്യുക. മനസ്സിലാവുണ്ടോ? ഇതാ കോർണർ ചെയ്തു. അടുത്ത 3 ഡബിൾ ക്രോഷയുടെ സ്പേസ് അവിടെ നമ്മൾ ചെയിൻ ചെയ്യില്ലേ ഓരോന്നിൻ്റെ ഇടയ്ക്ക്, ആ ചെയിൻ സ്പേസിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷേ. ദാ ഇനി ഒരു ചെയിൻ. ഈ 3 ഡബിൾ ക്രോഷയുടെ ഇടയ്ക്ക് ചെയിൻ ചെയ്യാൻ മറക്കരുത്. എല്ലാ 3 ഡബിൾ ക്രോഷയുടെ ഇടയ്ക്കും ചെയിൻ ചെയ്യണം. ഒരു സൈഡിലെ എല്ലാ 3 ഡബിൾ ക്രോഷയുടെ ഇടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെയിൻ 2 സ്പേസിലേക്ക് കോർണർ ചെയ്യാം. 3 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷേ. അപ്പോൾ ഈ രീതിക്ക് ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് തുടങ്ങി അവിടം വരെ ചെയ്തെടുക്കുക. എല്ലാ സ്പേസിലും ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. ഇനി നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിനിലെ മൂന്നാമത്തെ ചെയിൻ്റെ അകത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾ ഗ്രാനി സ്ക്വയർ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ബാഗോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഗ്രാനി സ്ക്വയർ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു ടേബിൾ മാറ്റ് ആക്കുന്നേ, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ലെയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിൽ ചെയ്യാം. ഗ്രാനി സ്ക്വയർ പഠിക്കാൻ വന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാം. ഈ ടേബിൾ മാറ്റ് പോലെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാക്കി ഞാൻ വേറെ കളർ കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി ഞാൻ കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൃത്തി കിട്ടും. ഗ്രാനി സ്ക്വയറിൻ്റെ സെക്കൻഡ് ലെയർ ചെയ്ത അതേ പാറ്റേണിലാണ് ഇനി നമ്മൾ എത്ര സൈസ് ചെയ്യുകയാണെങ്കിലും ചെയ്യാൻ പോണത്. കോർണറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കോർണറിൽ തന്നെ ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കോർണറിൻ്റെ ഒരു സൈഡ് മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. 3 ചെയിൻ ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ ചെയ്ത് 1 ചെയിൻ ചെയ്ത് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവും. ഏറ്റവും ലാസ്റ്റാണ് കോർണർ കംപ്ലീറ്റ് ആക്കുക. 3 ചെയിൻ, 2 ഡബിൾ ക്രോഷേ, 1 ചെയിൻ ചെയ്തു. ഇനി തൊട്ടടുത്ത 3 ഡബിൾ ക്രോഷയുടെ ഇടയ്ക്കുള്ള സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ യാണെൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം പിടിക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. 3 ഡബിൾ ക്രോഷേ കഴിഞ്ഞാൽ 1 ചെയിൻ ചെയ്യുക. വീണ്ടും തൊട്ടടുത്ത 3 ഡബിൾ ക്രോഷേ സ്പേസിലേക്ക് 3 ഡബിൾ ക്രോഷേ ചെയ്യുക, 1 ചെയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ പാറ്റേൺ. കോർണറിൽ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ. 3 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, വീണ്ടും 3 ഡബിൾ ക്രോഷേ. ബാക്കിയൊക്കെ സെയിം ഇതേപോലെ നമുക്ക് എത്ര സൈസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതെൻ്റെ ഒരു കുട്ടി കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അവന് ഭംഗിയുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ടേബിൾ മാറ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. റെഡും വൈറ്റും കളർ കോമ്പോയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയാണല്ലോ. എപ്പോഴും പറയാറുള്ള പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കിനി എന്തിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ഫീൽഡിൽ പുതിയതായതുകൊണ്ടും ഒരാൾക്കൊരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തതുകൊണ്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഓക്കെ ആണോ, ഇനി എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കോർണറിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ എൻഡ് ചെയ്യുന്നതും കോർണറിലായിരിക്കും. കോർണറിൽ 3 ഡബിൾ ക്രോഷേ തന്നെ ചെയ്തിട്ട് 2 ചെയിൻ ചെയ്തിട്ട് ആദ്യം ചെയ്ത 3 ചെയിനിൻ്റെ മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് എൻഡ് ചെയ്താൽ മതി. 3 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി 2 ചെയിൻ ചെയ്യുക. ഇനി ആദ്യം ചെയ്ത ആ 3 ചെയിനിൽ മൂന്നാമത്തെ ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് എൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പാറ്റേൺ മനസ്സിലായല്ലോ. ഈ പാറ്റേണിൽ നമുക്ക് എത്ര സൈസിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരേ കളറിൽ 2 റോ അടുത്തടുത്ത് വരുന്ന രീതിക്കാണ് മൊത്തത്തിൽ ചെയ്തെടുത്തത്.
ഇത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ. 8 റോ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിൻ്റെ പുറക് വശത്ത് കുറച്ച് ത്രെഡ് ഇങ്ങനെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് പിടിക്കാത്ത, പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തേക്ക് യാൻസിൻ്റെ എൻഡ് ഇങ്ങനെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞാലേ ഉള്ളൂ 2 സൈഡും ഒരേപോലെ നല്ല വൃത്തിയായിട്ട് നിൽക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് പിടിച്ചതില്ലേ, ഇതിപ്പോൾ ഇതിൻ്റെ എൻഡ് അവിടെ ഇല്ല, അതുകൊണ്ടാണ് ഞാനവിടെ കട്ട് ചെയ്ത് കളയുന്നത്. ഒരുമിച്ച് പിടിച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇങ്ങനെ സൈഡിൽ കൂടെ നിൽക്കുന്നതെല്ലാം ഒരു നീഡിൽ വെച്ചിട്ട് അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറിയ എൻഡ് ആണെങ്കിൽ ആദ്യം നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ വേണം നീഡിലേക്ക്, എന്നിട്ട് വേണം യാണ് നീഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. കുഞ്ഞ് എൻഡൊക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിക്ക് ചെയ്തിട്ട് പുറത്തേക്ക് നിൽക്കുന്ന എല്ലാ യാണെൻഡും ഇതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയും ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, അഴിഞ്ഞു പോവില്ല. അപ്പോൾ ഈ രീതിക്ക് എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയില്ലേ? അവന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി എന്തിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്നൊന്ന് കമൻറ്റ് കൂടെ ചെയ്യുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.